ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് 3 പോൺസിൻ്റെ മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇത് ഏതൊക്കെ സ്കിന്നിനാണ് മാച്ച് ആകുന്നത്, ഏതൊക്കെ സ്കിന്നിന് മാച്ച് ആകുന്നില്ല എന്നുള്ളതും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ഞാൻ പറയുന്ന പോൺസിൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഹൈഡ്ര മിറാക്കിൾ ഹൈലറോണിക് സൂപ്പർ ലൈറ്റ് ജെല്ലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, കൂടാതെ ലൈറ്റ് വെയ്റ്റ് കൂടിയാണ്, നോൺ സ്റ്റിക്കിയാണ്, അഫോർഡബിളുമാണ്. അപ്പോൾ ഇത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനാണ് പെർഫെക്റ്റ് മാച്ച് എന്നാണ് ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ്, എനിക്കിത് നല്ല മാച്ചായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ ബാലൻസ് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യുക എന്നതാണ് മെയിനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് നോൺ കൊമഡോജറ്റിക് പ്രൊഡക്റ്റ് ആണ്, സോ പോൾസ് ക്ലോഗ് ചെയ്യില്ല എന്നാണ് പോൺസ് അവകാശപ്പെടുന്നത്. അതേപോലെ ഇത് ഡ്രൈ സെൻസിറ്റീവ് സ്കിന്നിനൊന്നും മാച്ചല്ല, പക്ഷെ കുറേയധികം ഡ്രൈ സ്കിന്നുകാരായാലും സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണെങ്കിലും യൂസ്ഫുൾ ആണെന്നുള്ള റിവ്യൂസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ചെറിയൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ എൻ്റെ ഉള്ള പോലത്തെ ചെറിയൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതേപോലത്തെ മേടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ആപ്റ്റ് ആണോ എന്ന് മാത്രം നോക്കിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതേപോലെ ഓയിലി സ്കിന്നുള്ള ആളുകൾക്ക് ചിലവർക്ക് ഇത് മാച്ച് ആവുന്നില്ല എന്നുള്ള റിവ്യൂസും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് നല്ല ആപ്റ്റാണ്, നല്ലൊരു ജെൽ മോയ്സ്ചറൈസറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എനിക്ക് നല്ലൊരു മോയ്സ്ചറും കിട്ടുന്നുണ്ട്, നല്ലൊരു ഗ്ലോ ഫിനിഷും തരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലറോണിക് ആസിഡും വിറ്റമിൻ ഇയും. ഹൈലറോണിക് ആസിഡ് നമുക്കറിയാം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും, പിന്നെ വിറ്റമിൻ ഇ എന്ന് പറയുന്നത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മോയ്സ്ചർ ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പഴയ പേക്കാണ് സൂപ്പർ ലൈറ്റ് ജെൽ എന്നുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഹൈഡ്ര മിറാക്കിൾ എന്ന് പറയുന്നതാണ് ന്യൂ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും പഴയത് അവൈലബിൾ ആയിട്ട് തന്നെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ആപ്റ്റാണ് ഈ ഹൈഡ്ര മിറാക്കിളും സൂപ്പർ ലൈറ്റ് ജെല്ലും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, അപ്പോൾ അത് എനിക്ക് ഭയങ്കര ആപ്റ്റാണ്. അപ്പോൾ ഞാനിത് മോർണിംഗും നൈറ്റുമാണ് ഇപ്പോൾ യൂസ് ആക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 ml 64ഉം 50 ml 100ഉമാണ്. അപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്ന പാക്ക് എന്ന് പറയുന്നത് 64ൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കൂടുതൽ ml ഉള്ളത് മേടിക്കാനായിട്ട് നോക്കുക. ഇത് എല്ലായിടത്തും അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റിലും ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അതാണ് ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് മോയ്സ്ചറൈസേഴ്സ് ഫോർ ഡ്രൈ സ്കിന്ന്. അപ്പോൾ അതിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കണം, അറിയണം എന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഹൈഡ്ര മിറാക്കിളിൻ്റെ പഴയൊരു പാക്കാണിത്. അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഓയിലി സ്കിന്നിൻ്റെ മോയ്സ്ചറൈസേഴ്സിൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് പോയി കാണാം. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു, എനിക്ക് നല്ലൊരു ഗ്ലോയിങ് സ്കിന്നും അതേപോലെ തന്നെ മോയ്സ്ചറൈസ് എൻ്റെ സ്കിന്നിന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളിത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻസിൽ പറയാം. അപ്പോൾ ഇനി ഇത് മേടിക്കാൻ പോവുകയാണ്, എന്നിട്ട് മേടിച്ച് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിൽ എന്തായാലും പറയണം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഏതാണെന്നും കൂടി പറയാനായിട്ട് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബൈ.